ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ ഒരു 50 ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ലെവൽ 2 എൻട്രൻസിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ലെവൽ 2ഉം ലെവൽ 3 ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ നമുക്ക് കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കണം. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും PDF-ഉം മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CM അക്കാഡമി നല്ലൊരു ഓപ്ഷനാണ്. ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നല്ല റിസൾട്ടിലേക്ക് നിങ്ങളെ എത്തിക്കാൻ CM അക്കാഡമിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ബാച്ചുകൾ അവൈലബിൾ ആണ്. 5000 അടച്ച് ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാം. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ സർട്ടൻ ഓർബിറ്റൽ ഹാസ് നോ ആംഗുലാർ നോഡ് ആൻഡ് 2 റേഡിയൽ നോഡ്. റേഡിയൽ നോഡ് 2 എണ്ണം ഉണ്ട്, ആംഗുലാർ നോഡ് ഒന്നുമില്ല. ആരാണ്? എടാ മോനെ, ആംഗുലാർ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ആംഗുലാർ നോഡ് കാണാനുള്ള ഇക്വേഷൻ L എന്നാണ്. അസിമുത്തൽ കോണ്ട നമ്പറാണ്. അതിന് ആംഗുലാർ നോഡ് ഇല്ല എന്ന് പറഞ്ഞാൽ Lൻ്റെ വാല്യൂ 0 ആണ്. Lൻ്റെ വാല്യൂ 0 ആകുന്നത് ഏത് സബ്ഷെല്ലിനാണ്? S എന്ന് പറയുന്ന സബ്ഷെല്ലിനാണ്. അപ്പോൾ അത് കിട്ടി, S ആണ് എന്നുള്ളത് കിട്ടി. അപ്പോൾ തന്നെ സിയും ഡിയും പോയി. 2 റേഡിയൽ നോഡ് ഉണ്ട്. റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താടാ? N - L - 1. സോ N - 0 - 1 ശരിയല്ലേ? Lൻ്റെ വാല്യൂ 0 എന്ന് നേരത്തെ നമുക്ക് കിട്ടിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ Lൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 3 എന്ന് വരും. സോ ഓർബിറ്റൽ ഏതാ? 3s എന്ന് പറയുന്ന ഓർബിറ്റൽ. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ. എടാ, ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നിടത്ത് കൃത്യമായി NCERT പറയുന്നുണ്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. വളരെ ചെറിയ പാർട്ടിക്കിൾസ്. ആരെ പോലെ? എക്സാമ്പിൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള വളരെ ചെറിയ, പ്രോട്ടോണിനെ അതിൽ പറയുന്നില്ല, കാര്യം ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഹെയ്സൻബർഗ് സംസാരിക്കുന്നത്. സോ ക്രിക്കറ്റ് ബോൾ, ഫുട്ബോൾ, എയ്റോപ്ലെയിൻ, ഇവിടൊക്കെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സിഗ്നിഫിക്കൻ്റ്ലി ആപ്ലിക്കബിൾ ആകുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനാണ്, ഇലക്ട്രോൺ. സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡും സീമൻ എഫക്റ്റ് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡുമാണ് എന്ന് നമുക്കറിയാം. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ഓപ്ഷൻ എ. അത് ബോറിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കുന്ന കാര്യമാണ്. N and L represent principal and azimuthal quantum numbers respectively. Formula used to know the number of radial node possible for. നേരത്തെ പഠിപ്പിച്ചു. റേഡിയൽ നോഡിൻ്റെ എണ്ണം എത്ര? N - L - 1. ഓപ്ഷൻ സി. In the atomic spectrum of hydrogen, the wavelength of spectral lines correspond to electronic transition. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. എടാ, N = 4 നിന്ന് N = 2 ഒരു ഇലക്ട്രോൺ വരുന്നതിൻ്റെ വേവ് ലെങ്ത്തിനെ λ1 എന്നും N = 3 നിന്ന് N = 1 വരുന്നതിൻ്റെ വേവ് ലെങ്ത്തിനെ λ2 എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ λ1 - λ2 എത്രയാണെന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം മോനെ. λ1 ആദ്യം ചെയ്ത് നോക്കാം. λ1 എത്ര എന്ന് കാണണമെങ്കിൽ ന്യൂ ബാർ കാണണം. ഏത്? റിഡ്ബർഗ് ഇക്വേഷൻ പ്രകാരം എന്താണ് ന്യൂ ബാർ? RH × Z². ഇതാരാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നുണ്ട്. സോ സെഡിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ Z² വിട്ടു. 1/n ഫൈനൽ സ്ക്വയർ - 1/n ഇനീഷ്യൽ സ്ക്വയർ. ഫൈനൽ സ്ക്വയർ 4 നിന്ന് 2 വരുമ്പോൾ ഫൈനൽ 2 ആണ്. അതിൻ്റെ സ്ക്വയർ 4. 1/n ഇനീഷ്യൽ സ്ക്വയർ 16. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ 16 - 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 / 4 × 16. അപ്പോൾ 12ഉം 4ഉം കട്ടായി പോയാൽ 3/16 എന്ന് വരും. 3/16 RH ആണ് ന്യൂ ബാർ. അപ്പോൾ λ1 എന്ന് പറഞ്ഞാൽ 16/3 RH. ശരിയല്ലടാ? അതായത് വേവ് നമ്പറിൻ്റെ നേരെ റെസിപ്രോക്കലാണ് λ2 നമുക്ക് കാണണം. λ2 കാണണം. അവിടെ ഈ ന്യൂ ബാറാണ് ആദ്യം കാണേണ്ടത്. RH × പറഞ്ഞോ 1/1 RH × 1/1 - 1/9 അഥവാ 8/9 RH എന്ന് വരും. സോ λ2 = 9/8 RH എന്ന് വരും. നിങ്ങളോട് ചോദിച്ചത് RH താഴെ വരും. ഓക്കെ, λ1 - λ2 ആണ്. എങ്ങനെയാടാ? 16/3 നിന്ന് 9/8 മൈനസ് ചെയ്യണം. ശരിയല്ലേ? 16/3 9/8. പിന്നെ എന്ത് കോമൺ ആയിട്ടുണ്ടാകും? 1/RH കോമൺ ആയിട്ടുണ്ടാകും. 1/RH കോമൺ ആയിട്ടുണ്ടാകും. ഓക്കെ അല്ലേടാ? അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഇയാളോ അല്ല, കാരണം അവിടെ RH കിടക്കുന്നത് ന്യൂമറേറ്ററിലാണ്. പക്ഷേ നമ്മുടെ ആൻസർ λ ആയതുകൊണ്ട് RH കിടക്കേണ്ടത് ഡിനോമിനേറ്ററിലാണ്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 8 എത്രയാടാ? 24. അപ്പോൾ താഴെ 24 എന്ന് വരും. ശരിയല്ലേ? 16 × 8 എത്രയാടാ? 80, 6, 48,
28 മൈനസ് 27 അപ്പോൾ എത്ര 101. ശരിയല്ലടാ. അപ്പോൾ 101 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 1/RH ആണ് ശരി ഉത്തരം. 101 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 1/RH. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ കുഞ്ഞെ? കോണ്ട നമ്പർ നോട്ട് ഒബ്റ്റൈൻഡ് ഫ്രം ദി സ്രോഡിഞ്ചേഴ്സ് വേവ് ഇക്വേഷൻ. എടാ സ്രോഡിഞ്ചറിൻ്റെ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്താണ് പ്രിൻസിപ്പൽ കോണ്ട നമ്പറും അസിമുത്തൽ കോണ്ട നമ്പറും മാഗ്നറ്റിക് കോണ്ട നമ്പറും കണ്ടെത്തിയത്. പക്ഷെ അതിൽ പെടാത്തത് ഏതാണ്? സ്പിൻ കോണ്ട നമ്പർ. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് L ഇൻറ്റു L+1 ടൈംസ് h/2π. മൊമെൻറ്റം ഫോർ എസ് ഇലക്ട്രോൺ സിമ്പിൾ 0 ആയിരിക്കും. കാരണം എന്താ? എസ് ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എല്ലിൻ്റെ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ഓഫ് 0 ഇൻറ്റു h/2π ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ പി സബ്ഷെല്ലാണെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 1 കൊടുക്കണം, ഡി ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2 കൊടുക്കണം, ആൻഡ് സോ ഓൺ. Given below are two statements. നോക്കിക്കോ, ബോൾസ് തിയറി അക്കൗണ്ട്സ് ഫോർ ദി സ്റ്റെബിലിറ്റി ആൻഡ് ദി ലൈൻ സ്പെക്ട്രം ഓഫ് Li+ അയോൺ. തെറ്റ്. കാരണം എന്താ? ഒന്ന്, ബോറിൻ്റെ അറ്റോമിക് തിയറി ഒന്നാമത്തെ ഡിമെറിറ്റ് തന്നെ ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ He+ഉം Li2+ഉം ബെറിലിയം 3+ഉം ബോറോൺ 4+, അങ്ങനെ പോവുക. Li+ ഈസ് നോട്ട് എ സ്പീഷീസ് ഹാവിങ് ഓൺലി 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസിന് മാത്രമേ ബോറിൻ്റെ അറ്റോമിക് തിയറി പറയാൻ പറ്റുള്ളൂ. ബോൾസ് തിയറി വാസ് അൺഏബിൾ ടു എക്സ്പ്ലെയിൻ ദി സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ്സ് ട്രൂ. അത് ബോറിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ എണ്ണുന്ന കാര്യമാണല്ലോ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ ലാംഡ വന്നിട്ടുണ്ട് 1000 നാനോമീറ്റർ ആണ്. മൊമെൻറ്റം എത്രയാണ്? സിമ്പിൾ. ലാംഡ ഈസ് ഈക്വൽ ടു h/p. സോ പി ഈസ് ഈക്വൽ ടു h/λ. h എത്രയാണ്? 6.6 ഇൻറ്റു 10⁻⁻34 ഡിവൈഡ് ബൈ ലാംഡ എത്രയാണ്? 10⁻³ ഇൻറ്റു 10⁻⁻9. നാനോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി. സോ ദാറ്റ് ഈസ് 10⁻⁻6. അത് കട്ടായി പോയാൽ 6.6 ഇൻറ്റു 10⁻⁻ എത്ര വരും? 28 എന്ന് വരും. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. Which of the following species is isoelectronic with CO? CO-യുമായിട്ട് ഐസോ ഏതാണ്? CO-യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കാണണം. കാർബണിൽ 6 ഇലക്ട്രോണും ഓക്സിജനിൽ 8 ഇലക്ട്രോണും. സോ 14 ഇലക്ട്രോൺസ് ആണ് കാർബൺ മോണോക്സൈഡിലുള്ളത്. അറ്റോമിക് നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതിൽ 14 ഇലക്ട്രോൺ ഉള്ളത് ഏതാ? കണ്ടാൽ തന്നെ അറിയില്ലേ? ഓപ്ഷൻ ബി. കാരണം നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 2 നൈട്രജൻ വരുമ്പോൾ 14 ആയി. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റം കാണണം. എടാ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റം കാണണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് n ഇൻറ്റു n+1 ബോർ മാഗ്നറ്റോൺ. ഇതാണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, റൂട്ട് ഓഫ് n ഇൻറ്റു n+1 ബോർ മാഗ്നറ്റോൺ. ചെയ്ത് നോക്കാം. ടൈറ്റാനിയം. എടാ ടൈറ്റാനിയം എന്ന് പറഞ്ഞാലേ സ്കാൻഡിയം കഴിഞ്ഞ അടുത്ത ആളല്ലേ ടൈറ്റാനിയം. അറ്റോമിക് നമ്പർ 22 ആണ്. അപ്പോൾ ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് എണ്ണി നോക്കാം നമുക്ക്. അത് എണ്ണി നോക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുക, അതിന് അറ്റോമിക് നമ്പർ തമ്മിൽ കൂട്ടുക. അപ്പോൾ 2 2 4. 4 നിന്ന് ഇതാണ് കുറക്കുക, ചാർജ് കുറക്കുക. അപ്പോൾ 4 നിന്ന് 3 പോയ ബാക്കി എത്ര? 1. അപ്പോൾ 3D 1 എന്നാ വരിക. ഓക്കെ അല്ലേ? അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 എന്ന് വരും. ശരിയല്ലേടാ? എന്നിൻ്റെ വാല്യൂ 1 എന്ന് വരും. സോ ഇവിടെ ഞാൻ എഴുതിയപ്പോൾ n+1 എഴുതി. n+2 ആണ്, ഞാൻ പറഞ്ഞു മാറിപ്പോയി. റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ. പറഞ്ഞാൽ മാറിപ്പോയി, സോറി. റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ. സോ ഒന്നാമത്തെ ആളുടെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായാലും റൂട്ട് ഓഫ് 1 ഇൻറ്റു 1+2 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.73. സോ 1.73 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് വനേഡിയം 2+ ആണ്. സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം 2+. എടാ വനേഡിയം 23 ആണ്. അപ്പോൾ 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 3 കൂട്ടുക, 5 2 കുറക്കുക, ബാക്കി 3. അപ്പോൾ 3D 3 എന്ന് വരും. അപ്പോൾ 3Dയിൽ 3 ഇലക്ട്രോൺ എങ്ങനെ കൊടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതാ 1 2 3 ഇങ്ങനെയല്ലേ 3Dയിൽ 3 ഇലക്ട്രോൺ കൊടുക്കുക. സോ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 3. റൂട്ട് ഓഫ് n ഇൻറ്റു n+2 3 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഇക്വൽ ടു റൂട്ട് 15 എന്ന് വരും. സോ റൂട്ട് 16 ആണെങ്കിൽ വാല്യൂ 14 അല്ലേ വരിക. ഇതൊരു കുറവുണ്ടാവും. 15 ആയതുകൊണ്ട് റൂട്ട് 16 ആണെങ്കിൽ വാല്യൂ 4 അല്ലേ വരിക, 14 അല്ല 4 അല്ലേ വരിക. ഇവിടെ 15 ആണ്. അപ്പം 4 ഒരു പൊടി കുറവുണ്ടാവും, 3.8. സോ ഇതാണ് ആൻസർ. ഇതും കൂടി ഞാൻ ചെയ്ത് നോക്കാം.
സ്കാൻഡിയം 3+ 21 ആണ് സ്കാൻഡിയം. 2 1 3 3 3 പോയാൽ 0, 3D 0. സോ ലാസ്റ്റ് 0. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു മാറിപ്പോയത് നിങ്ങൾ നോട്ട് ചെയ്യണേ. എലമെൻറ്റ് ഹാവിങ് നോ ന്യൂട്രോൺ ഇല്ലാത്ത എലമെൻ്റ് ആരാ? ഹൈഡ്രജൻ തന്നെ. കാരണം എന്താ? ഹൈഡ്രജൻ 1 1 എന്നാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും. നമ്പർ ഓഫ് ന്യൂട്രോൺ കാണാനുള്ള ഇക്വേഷൻ A - Z ആണ്. മുകളിലുള്ള വാല്യൂ മൈനസ് താഴെയുള്ള വാല്യൂ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. സോ ദി വാല്യൂ 0. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ ട്രാവലിംഗ് വിത്ത് 20% വെലോസിറ്റി ഓഫ് ലൈറ്റ്. എടാ, വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ ആണ് നമുക്കറിയാം. അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 / 100 × 3 × 10⁸. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. എങ്ങനെ ഉണ്ടാവുക? ഇവിടുത്തെ 0 പോയി, ഇവിടുത്തെ 0 പോയി, ഇവിടുത്തെ 0 പോയി, ഇവിടുത്തെ ഒരു 0 പോയി, ബാക്കി ഇവിടെ 7 എന്നുണ്ടാവും. 2 × 3 6, 6 × 10⁷ മീറ്റർ/സെക്കൻഡ് ആണ് ഈ പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഡി ബ്രോഗ്ലി വേവ് ലെങ്താ ചോദിച്ചത്. സിമ്പിൾ. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. h എത്ര? 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻³ എത്ര? 31. ശരിയല്ലേ? മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 വെലോസിറ്റി 6 × 10⁻⁷. ഓക്കെ. 6.6ഉം 6ഉം കട്ടായി പോയാൽ മുകളിൽ 1.1 എന്ന് വരും. 1.1/9 1/9.11 ആണ്. അപ്പോൾ അതും കറക്റ്റാണ്, ഈക്വലായിട്ട് കട്ടായി പോകും. സോ 1 തന്നെ വരും. സോ 0.1 എന്ന് വരും. കാണിച്ചു തരാം. 1/9 മുകളിൽ ഞാനൊന്നുകൂടെ എടുത്ത് എഴുതുന്നുണ്ട്. 1.1 / 9.1 × 10⁻34. ഇനി താഴെയുള്ള ഡിനോമിനേറ്ററിലൊക്കെ കയറ്റിയിട്ടാൽ -31 31 7 പോയാൽ 24. മുകളിലേക്ക് വന്നാൽ +24. 1.1 / 9.1 ഏകദേശം 1/9 എന്ന് പറഞ്ഞാൽ 0.11 എന്ന് വരും. ഇൻറ്റു 10⁻⁻34ഉം +24ഉം -10. ഓക്കെയാണ്. സോ 1.1 × 10⁻⁻11 എന്നതിൻ്റെ ആൻസർ വരും. മനസ്സിലായില്ലേടാ? 0.11നെ ഞാൻ ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്തപ്പോൾ 1.1 × 10⁻11 കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ചെറിയ വാല്യൂസിലെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, എന്നാലും തൊട്ടടുത്തുള്ള വാല്യൂസ് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ആൻസർ ബി തന്നെയാണ്. R1 ഈസ് ദി റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് R1. ദെൻ ദി റേഡിയസ് ഓഫ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ് എത്രയാണ്? എടാ, റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താ? 0.52 × n² / z പൈക്കോമീറ്റർ ആണ്. സോ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു n². നമ്പർ ഓഫ് ഓർബിറ്റലിൻ്റെ നമ്പറിൻ്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒന്നാമത്തെ റേഡിയസ് x ആണെങ്കിൽ രണ്ടാമത്തെ റേഡിയസ് 4x ആയിരിക്കും. 2 എന്ന് പറയുമ്പോൾ n2 ആണ്. സോ n ഈസ് ഈക്വൽ ടു 2. എന്നിൻ്റെ പവർ എത്ര? 2ൻ്റെ സ്ക്വയർ എത്ര? 4. അപ്പോൾ 4x ആയിരിക്കും. R3 മൂന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് 9x ആയിരിക്കും. മനസ്സിലായില്ലേ? നാലാമത്തെ ഓർബിറ്റ് n² പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് 16x ആയിരിക്കും. പിന്നെ 25x ആയിരിക്കും. ആൻഡ് സോ ഓൺ. കളി മനസ്സിലായില്ലേ? നിങ്ങളോട് ചോദിച്ചത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആണ്. അപ്പോൾ 4 9 16. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. എനർജീസ് ഓഫ് E1 ആൻഡ് E2 ഓഫ് 2 റേഡിയേഷൻസ് തന്നിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് സിമ്പിളാണ്. എടാ, ഫ്രീക്വൻസി ആണെങ്കിൽ ν1 / ν2 ഈസ് ഈക്വൽ ടു E1 / E2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. പക്ഷെ വേവ് ലെങ്ത് ആണെങ്കിൽ λ1 / λ2 ഈസ് ഈക്വൽ ടു E2 / E1 ആണ്. വ്യത്യാസം ഉണ്ടേ. മറ്റേത് E1 / E2 ആണ്, ഇത് E2 / E1 ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? ഫ്രീക്വൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജിയാണ്, പക്ഷേ വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജിയാണ്. എനർജീസിൻ്റെ വാല്യൂ തന്നിട്ട് ഫ്രീക്വൻസിയുടെ റേഷ്യോ ചോദിച്ചു. λ1 / λ2 ഈസ് ഈക്വൽ ടു E2 / E1 50 / 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. ഓക്കെ. സോ λ1 ഈസ് ഈക്വൽ ടു 2 λ2 എന്നാണ് ശരി ഉത്തരം. ഈ താഴെ കിടക്കുന്ന തൂങ്ങി കിടക്കുന്ന λ2 അപ്പുറത്തേക്ക് പോയി 2 λ2. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. λ1 ഈസ് ഈക്വൽ ടു 2 λ2. എനർജി ഓഫ് സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം -3.4 ആണ്. ഓക്കെ. എനർജി ഓഫ് ഫോർത്ത് ബോർ ഓർബിറ്റ് ഓഫ് ഹീലിയം അയോൺ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എനർജി ഓഫ് ഹൈഡ്രജനും എനർജി ഓഫ് ഹീലിയവുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z² / n² ആണ്.
Z²/n² ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ Z², ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 /n². എത്രാമത്തെ ഓർബിറ്റിലാണ്? ദ സെക്കൻഡ് ഓർബിറ്റിലാണ്. സോ 4 എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/4. ഹീലിയത്തിൻ്റെ കേസിൽ Z2 ആയി. സോ സെഡിൻ്റെ സ്ക്വയർ 4 എന്ന് വരും. ഫോർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നുണ്ട്. ഫോർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 4 ആയി. എന്നിൻ്റെ വാല്യൂ 4 ആയി. സോ എന്നിൻ്റെ സ്ക്വയർ എത്ര? 16. 4/16 എന്ന് പറഞ്ഞാൽ എത്രയാടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പോൾ ഇയാളും ഒരേ വാല്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് സെയിം ആണെന്നല്ലടാ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ എനർജി ഓഫ് ഹീലിയം, രണ്ട് ഭാഗത്തുള്ള ആൾക്കാരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് വരും. സോ എനർജി ഓഫ് ഹൈഡ്രജൻ വിൽ ബി ഈക്വൽ ടു എനർജി ഓഫ് ഹീലിയം. ഓക്കെ, സോ അതേ വാല്യൂ തന്നെ വരും. ഓപ്ഷൻ എ. എല്ലായ്പ്പോഴും ഹൈഡ്രജൻ്റെ അതേ എനർജിയാണ് ഹീലിയത്തിന് നല്ല കേട്ടോ പറഞ്ഞേ. ഹൈഡ്രജൻ്റെ രണ്ടാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയും ഹീലിയത്തിൻ്റെ നാലാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയും സെയിം ആയിരിക്കും. അത് നമ്മൾ ഈ Z²/n² വാല്യൂ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. E/m റേഷ്യോ ഓഫ് കാഥോഡ് റേസ് ആർ. അത് E/m റേഷ്യോ ഓഫ് കാഥോഡ് റേയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 1.76 × 10⁻11 കൂളം/kg ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. 10⁻11 കൂളം/kg ആണ്. ഇതാണ് E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. മരിച്ചാലും മറക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ഓർബിറ്റിൽ ഫോർ n = 3 ആൻഡ് L = 0? എടാ n 3 എന്ന് പറഞ്ഞാൽ 3, L 0 എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ 3s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? എസ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും നമുക്ക് അറിയാലോ, 2 അല്ലേ? P ആണെങ്കിൽ ഇത് 6 ആയേനെ, D ആണെങ്കിൽ ഇത് 10 ആയേനെ, F ആണെങ്കിൽ ഇത് 14 ആയേനെ. വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ട്രാൻസ്മിഷൻ ഹീലിയം പ്ലസ് ഈസ് 100 നാനോമീറ്റർ. ലാംഡ വന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി സെയിം ട്രാൻസിഷൻ. ഓക്കെ, എടാ നമ്മൾ ന്യൂ ബാർ കാണാറില്ലേ? ന്യൂ ബാറിൻ്റെ ഇക്വേഷൻ എന്താ? RH × Z² പിന്നെ 1/n ഫൈനൽ സ്ക്വയർ മൈനസ് 1/n ഇനീഷ്യൽ സ്ക്വയർ ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ന്യൂ ബാർ ഇവിടെ എന്തെല്ലാം സെയിം ആണ്. ആദ്യം ഹീലിയം പ്ലസിൻ്റെ കഥയും പിന്നെ ഹൈഡ്രജൻ്റെ കഥയുമാണ് പറയണത്. RH കോൺസ്റ്റൻ്റ് ആണല്ലോ, അത് ആര് വന്നാലും മാറൂല. Z മാറും, ഹൈഡ്രജനും ഹീലിയത്തിനും അനുസരിച്ച് മാറും. n ഫൈനലും n ഇനീഷ്യലും ഇവിടെ സെയിം ആണ്. കാരണം അവിടെ സെയിം ട്രാൻസിഷൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ് വന്നത് എന്നുള്ളത് രണ്ടിലും സെയിം ആണ്. n ഫൈനലും n ഇനീഷ്യലും സെയിം ആണ്. മനസ്സിലായി? ന്യൂ ബാർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z² ആണ്. വേവ് നമ്പർ Z² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Z² ആവില്ലേ? ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന റിലേഷൻ. സോ λ1 / λ2 വിൽ ബി ഈക്വൽ ടു Z2 / Z1 all square ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തിരിഞ്ഞു വരും. λ1ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 100 ആണ്. λ2 ആണ് നിങ്ങളോട് ചോദിച്ചത്. Z2 രണ്ടാമത്തെ ആരാ പറയണത്? ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. Z1 ഒന്നാമത്തെ ആളുടെ അറ്റോമിക് നമ്പർ 2. അതിൻ്റെ സ്ക്വയറും വേണം, ഓൾ സ്ക്വയർ ആണ്. സോ 2ൻ്റെ സ്ക്വയർ 4 ഇങ്ങനെ വരും. സോ λ2 = 400 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ കിട്ടിയത് നാനോമീറ്ററിലാണ്. കാരണം ഇവിടെ 100 നാനോമീറ്റർ എന്നാണ് പറഞ്ഞ മോനെ, നാനോമീറ്ററിലാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തിലാ? ആംസ്ട്രങ്ങിലാണ്. നാനോമീറ്ററിന് ആംസ്ട്രങ്ങിലേക്ക് മാറ്റാൻ 1000 കൂടിയും ഒരു 10 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആംസ്ട്രങ്ങിലേക്ക് മാറും. നാനോമീറ്റർ 10⁻10, ആംസ്ട്രങ് 10⁻10. നാനോമീറ്റർ 10⁻9, ആംസ്ട്രങ് 10⁻10. തൊട്ടടുത്ത ആളാണ്, ഒരു 0 കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ട്. എത്രയാണ്? എവിടെ റേഡിയസ്? എവിടെ? അതാണ് ചോദ്യം. ഓക്കെ, റേഡിയസ് ഓഫ് സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ് ചോദ്യം. എടാ റേഡിയസ് തരാൻ ഇവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ, മാസ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എല്ലാം തന്നിട്ടുണ്ട്. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു. 52.9 n² പൈക്കോമീറ്റർ ആണ്. നേരത്തെ 0.52 എന്നാണോ പറഞ്ഞത്? 0.52 എന്നാണെങ്കിൽ ആംസ്ട്രങ്ങിലേക്ക് വരും. എവിടെയായിരുന്നു? 0.52 n²/z. അവിടെ അത് ബാധിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതിയായിരുന്നു. പൈക്കോമീറ്ററിലാണെങ്കിൽ 52.9 ആണ്. ഇത് ആംസ്ട്രങ് ആണ് കേട്ടോ, ആംസ്ട്രങ് ആണേ. അപ്പോൾ 52.9 ആണെങ്കിൽ പൈക്കോമീറ്ററിലും 0.52 എന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആംസ്ട്രങ്ങിലും കിട്ടും. കറക്റ്റ് ലോജിക്കല്ലേ? അതിൻ്റെ പോയിൻ്റ് 2 പൊസിഷൻ ഇപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. എനിവേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എവിടെ?
52.9 n സ്ക്വയർ ബൈ സെഡ് പൈക്കോമീറ്റർ. വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടാ. 52.9 n സ്ക്വയർ എത്ര, n എത്ര, സെക്കൻഡ് ബോർ ഓർബിറ്റ് എന്ന് പറയുന്നുണ്ട്. സോ 4 എന്ന് വരും. 2 n സ്ക്വയർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബോർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n = 2, അതിൻ്റെ പവർ 4 ഡിവൈഡ് ബൈ സെഡ്. ആരാൾ? ഹൈഡ്രജൻ തന്നെയാണ്. 1 പൈക്കോമീറ്ററിൽ കിട്ടും. ക്ലിയർ ആണ്? പറഞ്ഞോടാ. 529 ഇൻറ്റു 4 എത്ര? അല്ല, 52.9 ഇൻറ്റു 4 എത്ര? അപ്പോൾ ഒരു 200 സംതിങ് എന്തായാലും ഉണ്ടാവുമല്ലോ. കാര്യം 50 ഇൻറ്റു 4 200 ആണല്ലോ. അപ്പോൾ 200 സംതിങ് ഇൻറ്റു 200 കൂട്ടിക്കോ. 200 സംതിങ് ഇൻറ്റു ഒന്നുമില്ല പൈക്കോമീറ്റർ. 200 പൈക്കോമീറ്ററാണ് കിട്ടുക. ഇവിടെ ചോദിച്ചത് എന്തിലാണ്? ആംസ്ട്രിങ്ങിലാണ്. ആംസ്ട്രിങ്ങിലാണെങ്കിൽ 2 പോയിന്റ് പുറത്തേക്ക് വിടണം. അപ്പോൾ 2 പോയിന്റ് സംതിങ് പൈക്കോമീറ്റർ. 2 പോയിന്റ് സംതിങ് പൈക്കോമീറ്റർ. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. If the uncertainty in the position of electron is 0, uncertainty in momentum will be എടാ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π എന്നാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ 0 ആണ്. ഡെൽറ്റ എക്സ് 0 ആണ്. സോ ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. എടാ ഇവിടെ ഒരു 0 എന്ന് വരും. ആ 0യെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 1/0 എന്ന് വരും. ശരിയല്ലേ? ആ 0 പുറത്തേക്ക് വന്നാൽ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0. 1/0യുടെ വാല്യൂ എത്രയാടാ? ഇൻഫിനിറ്റി. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഒരാളുടെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ 0 ആയാലും മറ്റേയാളുടെ അൺസർട്ടനിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. റേഷ്യോ ഓഫ് സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. എന്താണ് ഈ സ്പെസിഫിക് ചാർജ്? സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ E/m റേഷ്യോ ആണ്. E/m. അപ്പോൾ ഇലക്ട്രോണിൻ്റെ E/m ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ റേഷ്യോ അല്ലേ ചോദിച്ചത്. E/m ഓഫ് പ്രോട്ടോൺ ചാർജ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ നമുക്കിതിനെ റെസിപ്രോക്കലാക്കിയിട്ട് എടുത്തെഴുതാം. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പ്രോട്ടോൺ. ചാർജ് ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് പ്രോട്ടോണും സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സൈന് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ ഫൈനലി മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് വരും. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1837 ടൈംസ് ഇലക്ട്രോണിൻ്റെ മാസിനേക്കാൾ ഹെവിയറാണ്. ഇലക്ട്രോൺ 1 ഗ്രാം ആണെങ്കിൽ പ്രോട്ടോൺ 1837 ഗ്രാം ഉണ്ട്. അത്ര ഇരട്ടി മാസുള്ള ഹെവിയർ പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. സോ ഇതിൻ്റെ റേഷ്യോ എത്ര വരും? 1837:1 എന്നതിൻ്റെ റേഷ്യോ വരും. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. FM റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ഫ്രീക്വൻസി ഓഫ് 103.4 MHz വേവ് ലെങ്ത് ആണ് ചോദ്യം. എടാ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് ചോദിച്ചു. എന്താണ് ലാംഡയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം? ലാംഡ ഈസ് ഈക്വൽ ടു c/nu. സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ്. 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാണ്? 103.4 × MHz ആണ് 10⁶. സോ എടാ ഇതിനെ ഞാൻ 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.034 × 10⁸ എന്ന് എഴുതുകയാണ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. രണ്ടും ഒരേ സാധനമാണല്ലോ. 10⁶ എന്നുള്ളതിന് 0.2 പൊസിഷൻ പുറകിലിട്ടിട്ടതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഞാൻ 10⁸ ആക്കി. 10⁸ കട്ടായിപ്പോയി. 3/1 ആണെങ്കിൽ ആൻസർ 3 എന്ന് വരും. ഇത് 3/1 ആൻസർ 3-നേക്കാൾ ഒരു പൊടി കുറവുണ്ടാവും. ഓപ്ഷൻ എ. നമ്പർ ഓഫ് ആംഗുലാർ ആൻഡ് റേഡിയൽ നോഡ് ഓഫ് 3p. റേഡിയൽ നോഡ് എങ്ങനെയാടാ കാണാം? n - l - 1. n എത്ര? 3. l എത്ര? p ആയതുകൊണ്ട് 1 - 1, സോ 1. ആംഗുലാർ നോഡ് l, സോ ദാറ്റ് ഈസ് ഓൾസോ 1. 1 1. സിമ്പിൾ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വിച്ച് ആർ ദി ക്വാണ്ടം നമ്പേഴ്സ് ഓൺ വിച്ച് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഡിപ്പെൻഡ്സ്? എടാ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ? √L × l+1 h/2π എന്നാണ് ഇക്വേഷൻ. ആംഗുലാർ മൊമെൻറ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ക്വാണ്ടം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ L മാത്രമാണ്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ എ കാർബൺ ആറ്റം മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്? എടാ കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 1s2 2s2 2p2 എന്നാണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എന്ത് വരിക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് പെയറാണ്, ഇത് പെയറാണ്, ഇത് അൺപെയറാണ്. 2pയിൽ 2 ഇലക്ട്രോൺ കൊടുത്താൽ അൺപെയറാണ്. സോ കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ എസ്സിൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ട് വരും. 1s2 2s1 2p3 എന്നാവും.
അപ്പോൾ എസ്സിൽ 1 ഇലക്ട്രോണും പിയിൽ 3 ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ 4 ആയേനെ. ഇവിടെ 2 എന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കാർബൺ എല്ലായിടത്തും വാലൻസി 4 ആണല്ലോ. കാർബണിന് 4 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? കാർബൺ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒബ്സർവേഷൻ വാസ് നോട്ട് കറക്റ്റ് ഡ്യൂറിങ് റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്? റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് അറിയില്ല, ആൽഫാ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഗോൾഡ് ഫോയിലൂടെ കടത്തിവിട്ടു. മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ശരിയാണ്. എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് സ്മോൾ ആംഗിൾ. ലാർജ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസഡ് ബാക്ക്. വെരി ഫ്യൂ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസഡ് ബാക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. 1/20,000 ആണ് അതിൻ്റെ റേഷ്യോ. 20,000 ആൽഫ പാർട്ടികൾ ഒരു വഴിക്ക് വരുമ്പോൾ 1 എന്ന റേഷ്യോയിൽ അത് ബൗൺസ് ചെയ്തു. ഏതാണ് തെറ്റ് എന്ന ചോദ്യം? ആൻസർ സി. അതിപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വെരി ഫ്യൂസ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസഡ് ബാക്ക്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിപ്പോയി. കുറച്ചുകൂടെ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തിയററ്റിക്കലി പോസിബിൾ ഫോർ ആൻ ഓർബിറ്റ് വിത്ത് പ്രിൻസിപ്പൽ കോണൺ നമ്പർ n = 6 ഇൻ ആൻ ആറ്റം ഈസ്. എടാ, ഒരു ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള ഇക്വേഷൻ 2n² ആണ്. സോ 2 × n ഇവിടെ 6 ആണ്. 6ൻ്റെ സ്ക്വയർ 32 ആണ്. 36 ആണ്. സോ ദി ആൻസർ ഈസ് 72. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇലക്ട്രോൺ അറേഞ്ച്മെൻറ്റ് ഡസ് നോട്ട് ഒബേ ഹൺസ് റൂൾ? ഹൺസ് റൂൾ എന്തായിരുന്നു? എല്ലാവർക്കും ഒരേ എനർജിയുള്ള എല്ലാവർക്കും ഓരോ ഇലക്ട്രോൺസ് എങ്കിലും കിട്ടിയിട്ടേ പിന്നെ പെയറിങ് നടക്കാൻ പാടുള്ളൂ എന്നതാണ്. അതിനെ ഒബേ ചെയ്യാത്തത് ഏത്? ഒന്നാമത്തെ ഓക്കെ, രണ്ടാമത്തെ ഓക്കെ, മൂന്നാമത്തെ തെറ്റ്, 4 ഓക്കെ. കാരണം മൂന്നാമത്തേൽ ഇവിടെ ഒരു വാക്കൻ്റ് ഓർബിറ്റിൽ ഉണ്ടായിരിക്കെ ഇവിടെ പെയറിങ് നടന്നിട്ടുണ്ട്. എല്ലാ ഓർബിറ്റലിനും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും കിട്ടിയിട്ടേ പെയറിങ് നടക്കാൻ പാടുള്ളൂ. വാട്ട് ഈസ് ദി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ ഓഫ് ഡൈവാലൻറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ M2+ ആണ്. ഡൈവാലൻ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അറ്റോമിക് നമ്പർ 25. ദ അറ്റോമിക് നമ്പർ 25. 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കാണാൻ ഞാൻ എളുപ്പവഴി പഠിപ്പിച്ചെന്നില്ലേ? 2ഉം 5ഉം കൂട്ടുക, 7ൽ നിന്ന് 2 കുറക്കുക, ബാക്കി 5. സോ 3Dയിൽ 5 ഇലക്ട്രോൺ ഉണ്ടാവും. 3Dയിൽ 5 ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് കുഞ്ഞേ? അപ്പോഴും 5 എണ്ണം തന്നെയാണ്. ശരിയല്ലടാ? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ n = 5. റൂട്ട് ഓഫ് n × n+2 ബോർ മാഗ്നറ്റോൺ. റൂട്ട് ഓഫ് 5 × 7 ദാറ്റ് ഈസ് = റൂട്ട് 35. 5.85. 5.9. ശരിയല്ലേ? റൂട്ട് 36 ആണെങ്കിൽ ആൻസർ 6 എന്ന് വന്നേനെ. ഇത് 35, ഒരു പൊടി കുറവ്. സോ ഓപ്ഷൻ എ. റുദർഫോർഡ്സ് എക്സ്പെരിമെൻറ്റ് ഓൺ ആൽഫാ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഷോഡ് ദി ഫസ്റ്റ് ടൈം ദാറ്റ് ദി ആറ്റം ഹാസ്. റുദർഫോർഡിൻ്റെ ആൽഫാ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലൂടെ ആറ്റത്തിൻ്റെ എന്തിനെയാണ് ആദ്യമായി കണ്ടെത്തിയത്? ആറ്റത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ആദ്യമായി റുദർഫോർഡിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തി. ആ സാധനം എന്താണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉണ്ട് എന്ന് റുദർഫോർഡിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. ന്യൂക്ലിയസ് വളരെ ചെറുതാണ് എന്നും പറഞ്ഞത് ന്യൂക്ലിയസ് തന്നെയാണ്. അതിൻ്റെ റേഷ്യോ, റേഡിയസ് കിടക്കുന്നത് 10⁻⁻15 മീറ്ററിൻ്റെ ഓർഡറിലാണ് എന്നും റുദർഫോർഡാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ -x ആണ്. ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് കൈനറ്റിക് എനർജി? എടാ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി /2 ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണോ അതിൻ്റെ പകുതിയാണ്, ഓപ്പോസിറ്റ് സൈനുമാണ്. സോ മൈനസ് ഓഫ് -x /2. മൈനസും കട്ടായി പോയി. സോ ആൻസർ ഈസ് x/2. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾസ് ഈസ് നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് വഴി ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആര്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ആരാടാ? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ചാർജുള്ള ആൾക്കാരാണ് മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും നേരെ പോകാതെ ഡിഫ്ലക്റ്റ് ആവുക. അപ്പോൾ ഇവിടെ ഡിഫ്ലക്റ്റ് ചെയ്യാത്തതാര് എന്ന് ചോദിച്ചാൽ ചാർജ് ഇല്ലാത്തതാര്? ന്യൂട്രോൺ. പോസിട്രോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആരാണ് പോസിട്രോൺ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. പോസിട്രോണിൻ്റെ മാസ് ഇലക്ട്രോണിൻ്റെ മാസിന് ഈക്വലാണ്. ചാർജ് പ്രോട്ടോണിൻ്റെ ചാർജിന് ഈക്വലാണ്. അപ്പോൾ മാസ് എത്രയാണ്? 9.1 × 10⁻31 ആണ്. ചാർജ് +1.6 × 10⁻16. എത്ര? 10⁻19 കൂളമാണ്. +1.6. ശരിയാണ്. അതായത് ഇലക്ട്രോണിനെ പോലെയുള്ള ഒരാൾ, പക്ഷേ ഇലക്ട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജുള്ള ഒരാളെയാണ് പോസിട്രോൺ എന്ന് പേര് വിളിക്കുക. An element with mass number 81 contains 31.7% more neutrons as compared to proton. Find the symbol of atom. ചെയ്ത് നോക്കാം. എടാ, എലമെൻറ്റിൻ്റെ മാസ് നമ്പർ 81 ആണ്. സോ നമുക്കൊരു കാര്യം മനസ്സിലായി. മാസ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്.
അതിൻ്റെ വാല്യൂ 81 ആണെന്ന് മനസ്സിലായി. അടുത്തതായിട്ട് പറയുന്നത് 31.7 മോർ ന്യൂട്രോൺസ് ആർ കമ്പയർഡ് ടു പ്രോട്ടോൺസ് എന്നാണ്. അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണത്തെക്കാളും 31.7% കൂടുതലാണ്. ഹലോ, ശരിക്കും മനസ്സിലാക്കണേ, പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെ 31.7% ആണ് എന്നല്ല ഞാൻ പറഞ്ഞേ, പ്രോട്ടോണിൻ്റെ എണ്ണത്തെക്കാളും 31.7% കൂടി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം 100 ആണെങ്കിൽ ഇയാൾ 100 ഉണ്ട്, പിന്നെ ആ 100ൻ്റെ 31.7% എക്സ്ട്രായും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെ 31.7% ആണ് എന്നല്ല ഈ പറയണത്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണോ അത്ര എന്തായാലും ഉണ്ട്, പ്ലസ് പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെ 31.7%ഉം ഉണ്ട്. അപ്പോൾ 31.7 ഡിവൈഡ് ബൈ 100 ഇത്ര വരും. സോ ഇവിടെ നമുക്ക് ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്പർ ഓഫ് പ്രോട്ടോൺ കോമൺ ആയിട്ട് പുറത്തേക്ക് വരട്ടെ, നമ്പർ ഓഫ് പ്രോട്ടോൺ, ബാക്കി അവിടെ എന്തുണ്ട്, 1 + 31.7 ഡിവൈഡ് ബൈ 100 എന്ന് വരും. സോ ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 131.7 ഡിവൈഡ് ബൈ 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.317 നമ്പർ ഓഫ് പ്രോട്ടോൺ. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ എയുടെ ഇക്വേഷനിൽ ഞാനിത് കൊടുക്കുകയാണേ, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്, ഇതാണ് 1.317 നമ്പർ ഓഫ് പ്രോട്ടോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 81. ഇത് രണ്ടും കൂട്ടിയാൽ 2.317 നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 81. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 81 ഡിവൈഡ് ബൈ 2.317. കഴിഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺ കിട്ടും, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോണും കിട്ടും. ചെയ്തോക്കടാ. 81 ഡിവൈഡ് ബൈ 2.3, 81 ഡിവൈഡ് ബൈ 2.3, 81/2 ആണെങ്കിൽ എത്ര വരും, 40 എന്ന് വരും. 2.3 ആണെങ്കിൽ ഒരു 30നും 40നും ഇടയിലുള്ള ഒരു വാല്യൂ വരും. ഇതൊക്കെ അടുത്തടുത്ത വാല്യൂ ആണ് അല്ലേ, നിങ്ങൾ ചെയ്യുന്ന വേണം, ഇരുന്നാണ് ചെയ്തുകൂടെ. മാസ് നമ്പർ 81 ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ള ആൾ 81 ആണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, താഴെയുള്ള നമ്പർ ഞാനിപ്പോൾ ഇത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ ആക്യുറേറ്റ് വാല്യൂ കിട്ടില്ല, പിന്നെ ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് ചെയ്തു നോക്ക്. ഓക്കെ, ഇതിൻ്റെ വഴി മനസ്സിലായില്ലേ? 81 ഡിവൈഡ് ബൈ 2.317 ചെയ്താൽ 34 ആണോ 35 ആണോ 36 ആണോ 37 ആണോ നോക്കിയാൽ മതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ ആൻസർ ബി ആണ് വരിക, ബ്രോമിൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ചെയ്തു നോക്ക്. വിച്ച് ഓർബിറ്റൽ ഹാസ് നോ നോഡൽ പ്ലെയിൻ? നോഡൽ പ്ലെയിൻ ഇല്ലാത്തതാര്, എല്ലിൻ്റെ വാല്യൂ 0 ആകുന്നതാര് എന്നാണ്. എടാ, നോഡൽ പ്ലെയിൻ ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കേ, പി ഇങ്ങനെയല്ലേടാ, അപ്പോൾ ഇവിടെ ഒരു നോഡൽ പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിൽ എന്തില്ല, ഇലക്ട്രോൺസ് കാണാൻ ചാൻസ് ഇല്ല. ഡി ഓർബിറ്റിലാവുമ്പോൾ ഇങ്ങനെയല്ലേടാ വരിക, അപ്പോൾ ഇവിടെ 2 നോഡൽ പ്ലെയിൻ ഉണ്ട്, അവിടെ ഒന്നും ഇലക്ട്രോൺ ഉണ്ടാവില്ല. പക്ഷേ എസിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ലേടാ, ഇതിൽ നോഡൽ പ്ലെയിൻ ഇല്ല, ഇലക്ട്രോണിനെ കാണാൻ ചാൻസ് ഇല്ലാത്ത പ്ലെയിൻ ഇല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐസോട്ടോൺ ഓഫ് ജെർമേനിയം 3276. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം ആയിരിക്കണം. അപ്പോൾ ജെർമേനിയത്തിലെ നമ്പർ ഓഫ് ന്യൂട്രോൺ ആദ്യം ഒന്ന് കാണാം. നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെ കാണാം, മുകളിലുള്ള വാല്യൂ മൈനസ് താഴെയുള്ള വാല്യൂ, അതായത് മാസ് നമ്പർ ഡിവൈഡ് ബൈ അറ്റോമിക് നമ്പർ. അപ്പോൾ പറഞ്ഞാൽ 42 എന്നല്ലടാ വരിക. അപ്പോൾ ഈ ഡിഫറൻസ് 44 എന്ന് വരും. ഓക്കെ, ഡിഫറൻസ് 44 വരുന്നത് ആരാണ്? 7 2 പോയ 5, 7 3 പോയ 4, 7 44, 3 2. ഓപ്ഷൻ ബി. കുറച്ച് നോക്കിയാൽ മതി, മുകളിലുള്ള വാല്യൂ മൈനസ് താഴെയുള്ള വാല്യൂ ചെയ്താൽ 44 വരുന്നത് ഇവിടെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി എനർജി ഓഫ് പോസിബിൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ? എടാ, ഹൈഡ്രജൻ്റെ ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ n=1 ആകുന്ന സ്റ്റേറ്റിൽ n1ൻ്റെ വാല്യൂ -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, നമുക്കറിയാം എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. അപ്പോൾ ഇനി E2 ആകുമ്പോൾ, ഇതിപ്പോൾ E1 ആണല്ലോ, E2 ആകുമ്പോൾ ഏതായിരിക്കും വാല്യൂ? ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇനി E2 E3 E4 E5 ഒക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ ഹയർ ലെവൽ എനർജീസ് എല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സോ E2 ആകുമ്പോൾ -13.6 ഡിവൈഡ് ബൈ 2² എന്ന് വരും, -13.6 ഡിവൈഡ് ബൈ 3² എന്ന് വരും, -13.6 ഡിവൈഡ് ബൈ 4² ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് വരിക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n² ആയതുകൊണ്ട്. ദാറ്റ് ഈസ് -13.6 ഡിവൈഡ് ബൈ 4, 13.6 ഡിവൈഡ് ബൈ 4 എത്രയാടാ? 12. ഇതൊക്കെ കാണാതെ പഠിച്ച് വെക്കേണ്ട വാല്യൂസ് ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ വാല്യൂ 3.4 എന്നാണ് വരിക, -3.4.
ഓക്കെ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇവിടെ ഒരു -3.4 പോസിബിൾ ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാം. എടാ 13.6നും 3.4നും ഇടയിലുള്ള ഒരു വാല്യൂ എന്തിനും പോസിബിൾ അല്ല. സോ ഇത് പോസിബിൾ അല്ല, ഇത് പോസിബിൾ അല്ല. ഇനി അതിൽ തന്നെ ഇയാൾ പോസിറ്റീവാണ്, പോസിറ്റീവ് ചാർജ് ഒരിക്കലും എനർജിക്ക് വരില്ല, പോസിറ്റീവ് സൈൻ വരില്ല. പിന്നെ 13.6 തന്നെ തന്നിട്ടുണ്ട്, അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, അതല്ല എന്തല്ല എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ല. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. 13.6 ഡിവൈഡ് ബൈ 3² എത്രയാണ്, 13.6 ഡിവൈഡ് ബൈ 4² എത്രയാണ്, ആ വാല്യൂസൊക്കെ കാണാതെ പഠിച്ചു വെച്ചോ. അതൊക്കെയാണ് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ. അക്കോർഡിംഗ് ടു ബോൾസ് തിയറി, ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻ 5th ഓർബിറ്റ്. ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ, NH ഡിവൈഡ് ബൈ 2π. 5th ഓർബിറ്റിലാണെങ്കിൽ 5h ഡിവൈഡ് ബൈ 2π. സോ 2.5h/π. ഫ്രം ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് അയോൺസ് വിച്ച് വൺ ഈസ് നോട്ട് ഐസോഇലക്ട്രോണിക്? Mn2+. എടാ Mn മാംഗനീസ് അറ്റോമിക് നമ്പർ 25, അതിന് 2 പോയാൽ ബാക്കി 23. അയൺ 26, അതിന് 3 പോയാൽ ബാക്കി 23. ശരിയാണ്. Fe2+ഉം Mn2+ഉം ഒരിക്കലും പറ്റില്ല. ഒരേ ചാർജുള്ള ആൾക്കാർ ഒരിക്കലും എന്താവില്ല, ഐസോ ഇലക്ട്രോണിക് ആവില്ല. ഒരേ ചാർജ് എന്തായാലും വരില്ലല്ലോ, കാര്യം അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഓപ്ഷൻ ബി. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഫ്ലൂറിൻ 9. സോ ഇവിടെ ടോട്ടൽ 10 ഇലക്ട്രോൺസ് വരും. സോഡിയം 11, മഗ്നീഷ്യം 12, ഇവിടെയും 10 ഇലക്ട്രോൺ എന്ന് വരും. ക്ലിയർ അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽ ഹാസ് എ ഷേപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഡി ഓർബിറ്റൽസ് ആണ്. DXY, DYZ, DXZ, DX² - Y², DZ². ഈ 5 എണ്ണത്തിൽ ആദ്യത്തെ 4 എണ്ണത്തിനും ഡബിൾ ഡംബലാണ് നമുക്കറിയാം. പക്ഷേ DZ² ഒരു ഡംബലും ഒരു സ്ഫിയറുമായിട്ടാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ദി ആൻസർ ഓപ്ഷൻ ഡി. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ആര്? നമ്പർ ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ല്യൂട്ടീഷ്യം 71, 175. ഈ തന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ ആദ്യത്തത് 71. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ന്യൂട്രോൺ മുകളിലുള്ളത് മൈനസ് താഴെയുള്ളത് 175 71 പോയാൽ എത്രയാടാ, 104. സോ 104. പിന്നെ ആരാ? ഇലക്ട്രോണിൻ്റെ എണ്ണം എങ്ങനെ നോക്കുക? ചാർജ് ഉണ്ടോ നോക്കണം. ഇവിടെ ല്യൂട്ടീഷ്യത്തിന് വല്ല ചാർജും കൊടുത്തിട്ടുണ്ടോ? ഈ ഭാഗത്ത് ഒന്നും കൊടുത്തിട്ടില്ല. വിച്ച് മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. പ്രിൻസിപ്പൽ കോണം നമ്പർ 5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ ഹാവിങ് L ഈസ് ഈക്വൽ ടു 3. എടാ N 5 ആണ്. സോ 5 L 3 എന്ന് പറഞ്ഞാൽ D അല്ല F അല്ലേ? എല്ലിൻ്റെ വാല്യൂ 0 1 2 3 SPDF. അപ്പോൾ 5F എന്ന് വരും. 5Fൽ എത്ര ഇലക്ട്രോൺ, എത്ര ഓർബിറ്റിൽ പോസിബിൾ ആണ്? സോറി, എത്ര ഇലക്ട്രോൺ ഉണ്ട് നല്ല ഓർബിറ്റിൽ പോസിബിൾ ആണ്. ഓർബിറ്റിൽ നമ്മൾ എഫിൻ്റെ ഓർബിറ്റിൽ എത്ര ഇട വരയ്ക്കുക? 7. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഈ ഓർബിറ്റിൽ കാണാൻ ഇത് വരക്കല്ലാതെ വേറെ എന്താ പണി? ഇനിയിപ്പോൾ നാളെ പിറ്റേന്ന് നിങ്ങൾക്ക് എല്ലിൻ്റെ വാല്യൂ ഒരു 6 എന്നൊക്കെ തന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരാളില്ല, അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ അതിൻ്റെ മാഗ്നറ്റിക് കോണ നമ്പറിൻ്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. മാഗ്നറ്റിക് കോണ നമ്പർ -L to +L ആണ് പോസിബിൾ ആവുക. എല്ലിൻ്റെ വാല്യൂ 3 എന്നാണ്. അപ്പോൾ -3 to +3 എഴുതി നോക്കുക. അപ്പോൾ ഏതൊക്കെ വരും? -3 -2 -1 0 +1 +2 +3. എത്ര വാല്യൂ പോസിബിളായി നോക്കുക, അത്ര ഓർബിറ്റിൽ ഉണ്ടാവും. എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോഴും ആൻസർ 7 തന്നെ വരും. ഇവിടെ അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ചോദ്യമെങ്കിൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആവും. അപ്പോൾ അത് കാണാനുള്ള സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഓർബിറ്റലാണ് ചോദ്യമെങ്കിൽ ഇക്വേഷൻ ഇതാണ്, 2L + 1. ഇലക്ട്രോൺ ആണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഡബിൾ 4L + 2. സോ ഇവിടെ എല്ലിൻ്റെ വാല്യൂ എത്ര കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. എല്ലിൻ്റെ വാല്യൂ 3 എന്ന് കൊടുത്താൽ എത്ര വരിക? 3 × 2 × 3 + 1 ദാറ്റ് ഇസ് ഓൾസോ 7. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 7 എന്ന ആൻസർ വരും. ഐഡൻറ്റിഫൈ ദി ഇമ്പോസിബിൾ കോണ നമ്പർ സെറ്റ് ഫോർ ദി ഇലക്ട്രോൺ. എടാ N is equal to 2, L 0, M 0, S -½ കുഴപ്പം കാണുന്നില്ല. N 2 ആണ്, L 1 ആണ്, M അതും കുഴപ്പം കാണുന്നില്ല. N 3, L 3 കുഴപ്പം കണ്ടു. ഓപ്ഷൻ സി. കാരണം എന്താ? Nൻ്റെ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ചതായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് L. മാക്സിമം വാല്യൂ ഓഫ് L എന്ന് പറയുന്നത് N-1 ആയിരിക്കും. N-1. സോ N 5 ആണോ, എല്ലിന് മാക്സിമം 4 പറ്റൂ, 4ൻ്റെ താഴെയുള്ള എല്ലാം പറ്റും. എന്നിനും എല്ലിനും ഒരേ വാല്യൂ വരിക, ദാറ്റ്സ് ഇമ്പോസിബിൾ. വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് അതും അറിയാം. 3 × 10⁻, 70 നാനോമീറ്റർ. ഓക്കെ. വിച്ച് വാല്യൂ ഈസ് ക്ലോസസ്റ്റ് ടു ദി വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ? നാനോമീറ്ററിലാണ് വേണ്ടത്. ഓഫ് ക്വാണ്ടം ഓഫ് ലൈറ്റ് വിത്ത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതായത്
സ്പീഡ് ഓഫ് ലൈറ്റ് ഇവിടെ ഡയറക്റ്റ് നാനോമീറ്ററിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളതിനെ നാനോമീറ്ററിലേക്ക് മാറ്റണ്ട. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. വേവ് ലെങ്ത് ആ ചോദ്യം. ലാംഡ ഈസ് ഈക്വൽ ടു എന്താ ചോദ്യം? ലാംഡ. ഓക്കെ, ലാംഡ എങ്ങനെയാണ് കാണുക? സി ബൈ ന്യൂ. സി എത്രയാണ്? 3 × 10⁻17 ആണ്. ഓക്കെ, ന്യൂ എത്രയാണ്? ഫ്രീക്വൻസി 6 × 10⁻15 ആണ്. സോ ദാറ്റ് ഈസ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് which is closest to the wavelength in nanometer of quantum of light with frequency 6 × 10⁻15. കുഴപ്പമൊന്നുമില്ല. 1/2 × 10⁻17 10⁻20 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 0.5 × 10² എന്ന് പറഞ്ഞാൽ 50. ഓപ്ഷൻ ബി. Identify the region of spectral lines in electromagnetic spectrum where electron transition take place from higher energy level to n is equal to 3, 4, 5. എടാ n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5. ഇങ്ങോട്ട് വരുന്നതെല്ലാം ലൈമാൻ സീരീസ് ആണ്. n is equal to 1. അടുത്തത് ബാമർ സീരീസ് ആണ്, അറിയാലോ. അടുത്തത് പാഷൻ ആണ്, ബ്രാക്കറ്റ് ആണ്, ഫണ്ടാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ലൈമാനിലേക്കൊരു സീരീസ് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ പുറത്തേക്ക് ഇറങ്ങുന്നത് അൾട്രാ വയലറ്റും, ബാമർ ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന എനർജി വിസിബിൾ ലൈറ്റും, ബാക്കിയെല്ലാം ഇൻഫ്രാറെഡുമാണ്. സോ ഇവിടെ 3, 4, 5 എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3, 4, 5 എവിടെന്നെങ്കിലും ഒരു ട്രാൻസിഷൻ വന്നാൽ അതെവിടെ കിടക്കും? ഒന്നിരിക്കുക പാഷൻ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫണ്ട്, ഇതിലെവിടെ കിടക്കുക? അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്തിന് ഇക്വലൻ്റ് ആണ്? ഇൻഫ്രാറെഡിന് ഇക്വലൻ്റ് ആണ്. ഓപ്ഷൻ സി. 3 energy levels P, Q, R of a certain atom such that P less than EQ less than ER. നോക്കാം. ന്യൂക്ലിയസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ P ആണ്, പിന്നെ Q ആണ്, പിന്നെ R ആണ്. ഓക്കെ, എങ്ങനെ മനസ്സിലായി? ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്താണ് എനർജി ഏറ്റവും കുറവുണ്ടാവുക. അകലേക്ക് പോകും തോറും എനർജി കൂടും. λ1, λ2 ആൻഡ് λ3 ആർ ദി വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ കറസ്പോണ്ടിങ്. ആറിൽ നിന്ന് ക്യൂയിലേക്ക് വരണോ? ആറിൽ നിന്ന് ക്യൂയിലേക്ക് വരുന്നത് λ1. ഓക്കെ, ക്യൂയിൽ നിന്ന് പിയിലേക്ക് വരണോ? അത് ഇതല്ലേ, ദാറ്റ് ഈസ് λ2. ഓക്കെ, ആറിൽ നിന്ന് പിയിലേക്ക് വരണോ? അത് ഇതല്ലേടാ, ദാറ്റ് ഈസ് λ3. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ λ1, λ2 λ3. എടാ മോനെ, ലാംഡയുടെ ബേസിൽ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല, എനർജിയുടെ ബേസിൽ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ ഈ ഒന്നാമത്തെ ലൈൻ ഇതൊന്ന്, ഇത് രണ്ട്, ഇത് രണ്ടും കൂടി ചേർന്നതല്ലേ മൂന്നാമത്തെ ലൈൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മൂന്നാമൻ്റെ എനർജി എന്ന് പറയുന്നത് ഒന്നാമൻ്റെയും രണ്ടാമൻ്റെയും എനർജികൾ തമ്മിൽ കൂട്ടിയതാണ്. എനർജികൾ തമ്മിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്താ? hc/λ. സോ hc/λ3 വിൽ ബി ഈക്വൽ ടു hc/λ1 പ്ലസ് hc/λ2. hcകളെല്ലാം കട്ടായി പോയി. 1/λ3 ഈസ് ഈക്വൽ ടു 1/λ1 പ്ലസ് 1/λ2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആലോചിച്ചില്ലെങ്കിൽ ആൻസർ കിട്ടില്ല. ഓപ്ഷൻ ബി. Which of the following represent the wavelength of spectral line of Balmer series of helium plus ion? ഓക്കെ, ശരി. ഹീലിയം പ്ലസിൻ്റെ ബാമർ ലൈനിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ചോദ്യം. ചെയ്ത് നോക്കാം നമുക്ക്. മോനെ, എന്തിൻ്റെ വേവ് ലെങ്ത് അല്ലേ? ന്യൂ ബാർമെന്നും തുടങ്ങാം. റീഡ്ബർഗ് ഇക്വേഷൻ RH × Z². ഹീലിയം അല്ലേടാ, സോ സെഡിൻ്റെ വാല്യൂ 2 എന്ന് വരും, സ്ക്വയർ 4 എന്ന് വരും. 1/n ഫൈനൽ സ്ക്വയർ. ബാമർ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ n ഫൈനൽ 2 ആണെന്നുള്ളത് ഫിക്സ് ആയി. That is also 4 divided by 1/n². So cross ചെയ്യണം. 4r × n² - 4 divided by 4n² എന്ന് വരും. ക്രോസ് ചെയ്തു, 4ഉം 4ഉം കട്ടായി പോയി. സോ r × n² - 4 divided by n² എന്ന് വരും. ഇതാണ് ന്യൂ ബാർ. ലാംഡയാണ് ചോദ്യം, നേരെ തിരിച്ചിടണം. n² divided by r × n² - 4. ഇതാണ് ശരി ഉത്തരം. പക്ഷേ ഈ ശരി ഉത്തരം വേറൊരു ഫോർമാറ്റിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. എടാ, a² - b² എന്നുള്ളതിനെ നമുക്ക് a+b × a - b എന്ന് എഴുതാലോ. a+b × a - b മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. സോ ഇതിന് ഞാൻ n² divided by r × n² - 2² എന്ന് മാറ്റി എഴുതാണ്. ഈ 4 എന്നുള്ളത് 2² ആണല്ലോ. സോ നമുക്ക് എന്ത് കിട്ടി? n² divided by r × ഇത്
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറി. സോ n-2 ഇൻറ്റു n+2 ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാവും. n സ്ക്വയർ ഡിവൈഡ് ബൈ r ഇൻറ്റു n-2 ഇൻറ്റു n+2. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളിടത്തേക്ക് ഒരു 4ൻ്റെ അതിപ്രസരമുണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. പർട്ടിക്കുലർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂ ഡൽഹി ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, കിലോ ഹെഡ്സിലാണ്. വേവ് ലെങ്ത് ആണ് ചോദ്യം. ലാംഡ ഇസ് ഈക്വൽ ടു c/ന്യൂ. c 3 × 10⁸. ന്യൂ 1368 × 10⁻³ കിലോ ഹെഡ്സിലുള്ള ഹെഡ്സിലേക്ക് മാറ്റി. 3/1.368 × 10⁻6 എന്നായി. ശരിയല്ലേടാ? അപ്പോൾ 10⁻8ഉം 10⁻6ഉം കട്ടായി പോയപ്പോൾ അവിടെ ഒരു 100 ബാക്കിയായി. സോ 300/1.368 കഴിഞ്ഞു. 300/1 ആണെങ്കിൽ 300 തന്നെ. 1.3 ഉള്ളതുകൊണ്ട് 300-നേക്കാളും കുറവുണ്ടാവും. സോ ഓപ്ഷൻ വെട്ടാനായിട്ടില്ല, നിങ്ങൾ വെട്ടിക്കോ. ഓപ്ഷൻ ഏതാണെന്നുള്ള വെട്ടിക്കോ. കാരണം എന്താ അറിയോ, ഈ കണാപ്പന്മാർ തന്ന ഓപ്ഷൻസ് നോക്കിക്കേടാ. 219.3, 219.2. തവക്കൽത്തു അലല്ലാഹ് രണ്ടാണ് കുത്തുക. ചെയ്തു നോക്ക്, നിങ്ങൾ തന്നെ ചെയ്തു നോക്ക്. ഞാൻ ഇനിയിപ്പോൾ കുത്തിയിട്ട് അയാൾക്ക് കണക്കൂട്ടാൻ അറിയില്ല അറിയണ്ട. വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ തന്നിട്ടുണ്ട്, ലാംഡ. എച്ച് അറിയാം, മൊമെൻറ്റം. എടാ ലാംഡ ഈസ് ഈക്വൽ ടു h/p, p ഈസ് ഈക്വൽ ടു h/λ. 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ 2.2 × 10⁻11. സോ 3 × 6.6ഉം 2.2 കട്ടായിപ്പോയാൽ കറക്റ്റ് 3 അല്ലേ വരിക. 34-ന്ന് 11 പോയി, 23 ബാക്കി ഉണ്ടാവും. 10⁻, കറക്റ്റ് തന്നെ. 10⁻23 എവിടെ? 3 × 10⁻6. ഓപ്ഷൻ സി. എടാ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിപ്പോയി. നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യാനുള്ള നല്ല ക്വസ്റ്റ്യൻസാണ്. അത്രേ ഉള്ളൂ. ഇത്ര താഴെ ലെവലിൽ നിന്ന് മാത്രമായിട്ട് എൻട്രൻസിന് എന്തായാലും ചോദിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ബേസാണ്. ഇതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. മറക്കാതെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് കാണണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ഒന്നും കാണണ്ട. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. പിന്നെ കാണാം. താങ്ക് യു.